Hello കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ് എന്ന കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഡിപ്ലോമ ലെവൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ IP അഡ്രസ്സുമായി ബന്ധപ്പെട്ട് മിനിമം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. Let's start with the topic Internet Protocol Address or IP address. IP address എന്ന് പറയുന്നത് this is a unique numerical identifier. This is a unique numerical identifier. Unique identifier ആണ്. This is assigned to every device connected to a network that uses IP. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന എല്ലാ, അതായത് ഇന്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസിനെയും നമുക്ക് യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിനെല്ലാം ഒരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കണം. സോ ഒരു നെറ്റ്വർക്കിൽ ഒരു ഡിവൈസ് ഐഡന്റിഫൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ ആ ഡിവൈസ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് IP അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ഡിജിറ്റൽ ഹോം അഡ്രസ് ഫോർ സെൻഡിങ് ആൻഡ് റിസീവിങ് ഡേറ്റ. നമുക്ക് എല്ലാവർക്കും ഒരു വീട്ടിലെ ഒരു അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ കാണുമല്ലോ. അപ്പോൾ സിമിലർലി ഇന്റർനെറ്റിലെ ഡിവൈസസിന്റെ അഡ്രസ് ആണ് ഈ IP അഡ്രസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് കോമ്പണൻസ് ഓഫ് IP അഡ്രസ്? IP അഡ്രസ്സിന്റെ ഡിഫറെന്റ് കോമ്പണൻസ് 3 കോമ്പണൻസ് ആണ് നമ്മൾ IP അഡ്രസ്സിനുള്ളതായിട്ട് പറയുന്നത്. ജസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു പോവാം. ഇത് ബേസിക്സ് മാത്രമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. സോ യു ഷുഡ് വാച്ച് ദാറ്റ് ടു നോ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ IP അഡ്രസ്സിന്റെ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ദർ വിൽ ബി എ നെറ്റ്വർക്ക് ID. നെറ്റ്വർക്ക് പോർഷൻ കാണും. നെറ്റ്വർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് ID യൂസ് ചെയ്യുന്നത്. ദെൻ ദർ ഈസ് ഹോസ്റ്റ് ID. ഹോസ്റ്റ് പോർഷൻ കാണും വിച്ച് is used to identify the device. നെറ്റ്വർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നെറ്റ്വർക്ക് ID, ഹോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ, അതായത് ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹോസ്റ്റ് IDയും കാണും. Then there will be a subnet mask. This determines the division of network and host. നെറ്റ്വർക്കിന്റെ ഡിവിഷനും ഹോസ്റ്റും ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഒരു സാമ്പിൾ IP അഡ്രസ് നോക്കുകയാണെങ്കിൽ 192.168.1.10 ഇതാണ് IP. ഇതിന്റെ മാസ്ക് എന്ന് പറയുന്നത് സേ 255.255.255.0. ദിസ് ഇസ് ക്ലാസ് C അഡ്രസ് അല്ലേ. സോ മാസ്ക് വിൽ ബി ദിസ് ഓൺലി 255.255.255.0. So the network ID could be network ID of this IP. ഇതാണ് IP, ഇതാണ് മാസ്ക് എങ്കിൽ നെറ്റ്വർക്ക് ID is class C ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 192.168.1.0. And what about host ID? Host ID is 10 അല്ലേ. This dot 10 ആയിരിക്കും host ID എന്ന് പറയുന്നത്. There are different types of IP addresses. Different factors ബേസ് ചെയ്തിട്ട് നമുക്ക് IPനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ അഡ്രസ്സിംഗ് സ്കോപ്പ്. അഡ്രസ്സിംഗ് സ്കോപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് IPനെ പബ്ലിക് IP, പ്രൈവറ്റ് IP എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പബ്ലിക് IP എന്ന് പറയുന്നത് ഇത് ഗ്ലോബലി യുണീക്ക് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് അസൈൻഡ് ബൈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഓർ ISP. ISP ആണ് പബ്ലിക് IP അസൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ പബ്ലിക് IP ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദിസ് കുഡ് ബി സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. ഇത് വേണമെങ്കിൽ സ്റ്റാറ്റിക് ആവാം അല്ലെങ്കിൽ ഡൈനാമിക് ആവാം. ഓക്കെ, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് IP എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ എന്നുള്ളത് we will get to that later. And this is used for hosting websites, servers, etc. Okay, and then there is private IP. Public IP ഉണ്ട്, private IP ഉണ്ട്. Private IP എന്ന് പറയുന്നത് വെച്ചാൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സിൽ ലൈക്ക് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന IP ആണ് പ്രൈവറ്റ് IP. And this is not routable on ഇന്റർനെറ്റ്. ഏത് ഈ പ്രൈവറ്റ് IP. ഇന്റർനെറ്റ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് IP ആണെങ്കിൽ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ആവശ്യമാണ്. പ്രൈവറ്റ് IP ആണ് നമ്മുടെ സിസ്റ്റത്തിലുള്ളതെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ,
See, based on IP version നമുക്ക് IP നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് IPv4ഉം രണ്ടാമത്തെ IPv6ഉം. ഓക്കെ, ഈ IPv4 എന്ന് പറയുന്നത് 32-bit അഡ്രസ് ആണ്. ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് റൈറ്റ് ചെയ്യുന്നത്. Approximately we can say that in IPv4 4.3 billion possible addresses ഉണ്ട്. Okay. And about IPv6, the 128-bit address ആണ്. 8 groups of hexadecimal digits ആയിട്ടാണ് നമ്മൾ ഇത് എഴുതുന്നത്. IPv4ന്റെ എക്സോഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IPv6 യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രൈവറ്റ് IPയുടെ കാര്യം. പ്രൈവറ്റ് IPയിൽ അലൗഡ് ആയിട്ടുള്ള IPv4 അഡ്രസ് റേഞ്ചസ് പറഞ്ഞു തരാം. We can use 10.0.0.0 to 10.255.255.255. Another range is 172.16.00 to what we say 172.31.255.255. And in class C we can use 192.168.0.02, 192.168.255.255. ഇത്ര IPv4 റേഞ്ചസ് ആണ് നമുക്ക് പ്രൈവറ്റ് IP ആയിട്ട് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇനി ബേസ്ഡ് ഓൺ അസൈൻമെന്റ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം IP അഡ്രസ്സസിനെ. ഒന്ന് സ്റ്റാറ്റിക് IP, മറ്റത് ഡൈനാമിക് IP. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു പബ്ലിക് IPs, അതായത് അഡ്രസ്സിംഗ് സ്കോപ്പിനെ ബേസ് ചെയ്തിട്ട് പബ്ലിക്കും പ്രൈവറ്റും ആയിട്ട് നമുക്ക് IP അഡ്രസ്സസിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ പബ്ലിക് അഡ്രസ്സ് സ്റ്റാറ്റിക് ആവാം അല്ലെങ്കിൽ ഡൈനാമിക് ആവാം. സോ ബേസ്ഡ് ഓൺ അസൈൻമെന്റ് സ്റ്റാറ്റിക് ആയിട്ടും ഡൈനാമിക് ആയിട്ടും നമുക്ക് IPസിനെ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാറ്റിക് IP എന്ന് പറയുമ്പോൾ പെർമനന്റ്ലി നമ്മൾ അസൈൻ ചെയ്യുന്ന IP ആണ് സ്റ്റാറ്റിക് IP. സെർവേഴ്സിനും ഹോസ്റ്റിങ്ങിനും റിമോട്ട് ആക്സസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിക് IP ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇൻ കേസ് ഓഫ് ഡൈനാമിക് IP, ആ പേര് പോലെ തന്നെ ഡൈനാമിക് ആയിരിക്കും. ഇറ്റ് ചേഞ്ചസ് ഓവർ ടൈം ആൻഡ് ഇറ്റ് ഈസ് അസൈൻഡ് ബൈ DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഓക്കെ, നമ്മൾ ഓൾറെഡി DHCPയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നോട്ട്, ഐ റെക്കമെൻഡ് യു ടു വാച്ച് ദാറ്റ് വീഡിയോ. ഹോം യൂസേഴ്സിന് നമ്മൾ യൂഷ്വലി ഈ ഡൈനാമിക് IP അസൈൻ ചെയ്യാറില്ല. ഓക്കെ, നൗ ബേസ്ഡ് ഓൺ ഫങ്ഷൻ നമുക്ക് IPസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് യൂണികാസ്റ്റ്, ദെൻ മൾട്ടികാസ്റ്റ് ഉണ്ട്, യൂണികാസ്റ്റ് ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, ദെൻ ദർ ഈസ് എനികാസ്റ്റ്. യൂണികാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 1-to-1 കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെബ് ബ്രൗസിങ്ങിന് ഇമെയിലിനൊക്കെ നമ്മൾ യൂണികാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. മൾട്ടികാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 1-to-many എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സെലക്ടഡ് ഗ്രൂപ്പിൽ ഒരു സിസ്റ്റത്തിന് മെനി സിസ്റ്റംസിലോട്ട് എന്തെങ്കിലും സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൾട്ടികാസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. IPTV അതുപോലെ വീഡിയോ കോൺഫറൻസിങ് അതിലൊക്കെ മൾട്ടികാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. മൾട്ടികാസ്റ്റിൽ യൂസ് ചെയ്യുന്ന IP റേഞ്ച് we should note that it is 224.0.0.0 to 239.255.255.255. മൾട്ടികാസ്റ്റിൽ ഈ റേഞ്ച് IP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ബ്രോഡ്കാസ്റ്റ് ആണെങ്കിൽ 1-to-all എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നെറ്റ്വർക്കിനകത്തെ എല്ലാ സിസ്റ്റംസിലോട്ടും ഒരു സിസ്റ്റത്തിന് വേണമെങ്കിൽ എന്തെങ്കിലും ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാനാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ARP, DHCP, ഡിസ്കവറി അതിലൊക്കെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഫൈനലി ദർ ഈസ് എനികാസ്റ്റ്. എനികാസ്റ്റ് എന്ന് പറഞ്ഞാൽ 1-to-nearest കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. CDNസിലും DNS സെർവേഴ്സിലൊക്കെ നമ്മൾ എനികാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. IPv6ലാണ് എനികാസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്. ഇനി കുറച്ച് പോയിന്റ്
IP addresses പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി വേറെ വീഡിയോസിൽ നമ്മൾ IP അഡ്രസ്സിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കുകയാണ്. IPv4 അഡ്രസ് ക്ലാസ്സസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. IPv4 അഡ്രസ് ക്ലാസ്സസ് ഇപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണ് IPv4 അഡ്രസ് ക്ലാസ്സസ് വരുന്നത്. A ഉണ്ട്, B, C, D, E 5 ക്ലാസ്സസ് ആണ് വരുന്നത്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം 1 to 126 ആണ് എയുടേത്. B ആണെങ്കിൽ 128 to 191, C 192 to 223 ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. 224 to 239 ആണ് ഡിയുടേത്. 240 to 255 വരെയുള്ളത് ക്ലാസ് ഇ ആയിരിക്കും. ഇതിൽ വെരി ലാർജ് നെറ്റ്വർക്ക്സ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ക്ലാസ് എ. മീഡിയം നെറ്റ്വർക്ക്സ് ആണെങ്കിൽ ക്ലാസ് ബിയും, സ്മോൾ നെറ്റ്വർക്ക്സ് ആണെങ്കിൽ ക്ലാസ് സിയും യൂസ് ചെയ്യാം. മൾട്ടികാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് ഡി ആണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ മൾട്ടികാസ്റ്റിന്റെ റേഞ്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. 224.0.0.239.255.255.255. ഓക്കെ, ദെൻ ക്ലാസ് ഇ എന്ന് പറയുമ്പോൾ this is still in progress, research, under research ആണ് ഈ പറയുന്ന ക്ലാസ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് there are few special IP addresses. ഇതെല്ലാം നമ്മൾ ഡിഫറെന്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് പൊടി തട്ടി എടുക്കുകയാണ് കേട്ടോ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് മാത്രം പറഞ്ഞു പോവാണ്. ലൂപ്പ് ബാക്ക് അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന IP ഏതാണ്? 127.0.0.1 ലൂപ്പ് ബാക്ക് ഓർ ലോക്കൽ ഹോസ്റ്റ്. ദെൻ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ ക്ലാസ് സി ആണെങ്കിൽ 192.168.1.255. ലാസ്റ്റത്തെ വാല്യൂ 255 ആയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മൾട്ടികാസ്റ്റിന് ഒരു എക്സാമ്പിൾ, മൾട്ടികാസ്റ്റ് എന്ന് പറയുമ്പോൾ 224 to 239 വരെയുള്ള റേഞ്ച് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ 233.0.0.1 എന്ന് പറയുന്നത് മൾട്ടികാസ്റ്റ് അഡ്രസ് ആണ്. ഓക്കെ, ഇനി IP അഡ്രസ് എങ്ങനെയാണ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. IP നമുക്കറിയാം എല്ലാ ഡിവൈസിനും ഒരു IP ഉണ്ടായിരിക്കും. IP എന്ന് പറയുന്നത് ഒരു യുണീക്ക് ID ആണ്. ഓരോ പാക്കറ്റിലും സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ IPs കാണുമായിരിക്കും. സോഴ്സ് IPയും കാണും, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ IPയും കാണും. റൗട്ടേഴ്സ് എന്ത് ചെയ്യും? ഈ ഡെസ്റ്റിനേഷൻ IPന്റെ വാല്യൂ നോക്കിയിട്ട് അതിന്റെ ബേസിസിലായിരിക്കും റൗട്ടേഴ്സ് ഈ പാക്കറ്റ്സ് എന്ത് ചെയ്യുന്നത്? ഫോർവേഡ് ചെയ്യുന്നത്. LAN കമ്മ്യൂണിക്കേഷൻ യൂഷ്വലി പ്രൈവറ്റ് IPs ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. WAN കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ പബ്ലിക് IPs ആയിരിക്കും ഉണ്ടായിരിക്കാം. മൾട്ടിപ്പിൾ പ്രൈവറ്റ് IP ഡിവൈസസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരു പബ്ലിക് IP ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിന് സാധിക്കുന്നത് NATs വഴിയാണ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. സോ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ സെൻഡറിനും റിസീവറിനും സപ്പോസ് ബോത്ത് ഹാവ് പ്രൈവറ്റ് IPs ബിഹൈൻഡ് റൗട്ടേഴ്സ്. റൗട്ടേഴ്സ് എന്ത് ചെയ്യും? പബ്ലിക് IP ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഇന്റർനെറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് സെവറൽ നെറ്റ്വർക്ക്സ് വഴിയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓരോ പാക്കറ്റിലും എന്ത് കാണും? സോഴ്സ് IPയും ഡെസ്റ്റിനേഷൻ IPയും കാണുമായിരിക്കും. ഓക്കെ, ഡെസ്റ്റിനേഷൻ സെർവർ ഈ റിസീവ് ചെയ്തിട്ടുള്ള പാക്കറ്റ്സ്, അതായത് നമ്മൾ ഇമെയിലാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്, അത് ഡെസ്റ്റിനേഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? റീഅസംബിൾ ചെയ്യും. Okay, this is what happens when we send an email. Okay, and there are different IP security threats. നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. There is IP spoofing. സെക്യൂരിറ്റി ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് IPസിനെ ഫേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ IP സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് DDoS അറ്റാക്ക്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. ഒരു ടാർഗറ്റിനെ അങ്ങോട്ട് ഫ്ലഡ് ചെയ്യുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ദെൻ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, അതായത്
ഒരു ഒരു സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്, ഇടയിൽ ഒരു ചങ്ങാതി കയറി എന്നിട്ട് എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേഷൻ ഇന്റർസെപ്റ്റ് ചെയ്യാണ്. അതാണ് മാൻ ദ മിഡിൽ അറ്റാക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദർ ഈസ് പോർട്ട് സ്കാനിങ്. പോർട്ട് സ്കാനിങ് എന്ന് പറഞ്ഞാൽ വൾണറബിലിറ്റീസിന് വേണ്ടിയിട്ട് പ്രോബ് ചെയ്ത് നോക്കുക, അതാണ് പോർട്ട് സ്കാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So how can we protect or hide IP addresses? There are different ways, like we can use VPN, virtual private networks. ഇത് എന്ത് ചെയ്യും, ട്രാഫിക്കിനെ എൻക്രിപ്റ്റ് ചെയ്യും, IP-നെ ഹൈഡ് ചെയ്യും. So we can use VPNs and proxy servers, another way to protect or hide IP എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Proxy server, ഇത് this substitutes a proxy IP. Original IP-നെ ഹൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. Then there is Tor browser. ഈ Tor browsers, they provide multi-layer encryption for anonymity. Okay. Then there is firewalls. നമ്മൾ already പഠിച്ചതാണ്. Firewalls, they block suspicious connections. So these are all can be used to protect or hide IP addresses. Okay. Now let's discuss few questions from this part. കുറച്ച് ജനറൽ ആയിട്ടുള്ള IP അഡ്രസ്സസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റൻ ഇസ് ദിസ്: an IP address is composed of how many bits in IPv4? IPv4 എന്ന് പറയുന്നത് എത്ര ബിറ്റ് അഡ്രസ് ആണ്? 32 ബിറ്റ് അഡ്രസ് ആണ്. ഓപ്ഷൻസ് കാണേണ്ട ആവശ്യമുണ്ടോ കുട്ടികളെ? ഇല്ല. ഓപ്ഷൻ എ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് 32 ബിറ്റ്സ്. 128 ബിറ്റ്സ് ആയിരുന്നെങ്കിൽ we can say that this is IPv6. Okay. Now, moving to the next question. The loopback address in IPv4 is, നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ loopback അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് അഡ്രസ് പറഞ്ഞതാണ്, which is 127.0.0.1, which is given as option C. Okay. Now, moving to the next question. Which of the following IP address is class C? Class C യുടെ റേഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ് വരുന്നത്? 192 to 223 അല്ലേ വരുന്നത്. സോ 192 പ്രിഫിക്സ് വരുന്നത് ഇതിൽ ഓപ്ഷൻ സിയിൽ തന്നിട്ടുള്ള വാല്യൂ ആണ്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ദിസ് ബിലോങ്സ് ടു ക്ലാസ് സി IP. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IPv6 അഡ്രസ് ഈസ് റെപ്രസെന്റഡ് ഇൻ ബൈനറി ആയിട്ടാണോ, ഡെസിമൽ ആയിട്ടാണോ, ഒക്ടൽ ആയിട്ടാണോ, ഹെക്സാഡെസിമൽ? 8 ഗ്രൂപ്പ്സ് ഉള്ള ഹെക്സാഡെസിമൽ വാല്യൂസ് ആയിട്ടാണ് നമ്മൾ IPv6 റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ IP അഡ്രസ്, അതായത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്നതിനെ കുറിച്ചിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് അങ്ങ് പോവുകയാണ് നമ്മൾ ചെയ്തത് ഈ വീഡിയോയ്ക്കകത്ത്. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിന്റെ വീഡിയോസ് നമ്മൾ പ്രീവിയസ് സെഷൻസിൽ, പ്രീവിയസ് മൊഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് റിവൈസിങ് മാത്രമായിരിക്കും. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കണം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.